ഇന്നത്തെ നോമ്പ് ദിവസം ഒരു ചെറിയ നേച്ചർ സീനറിയോടെ തുടങ്ങാല്ലേ. ഈ പ്രകൃതിയിലെ കാഴ്ച വളരെ മനോഹരാണല്ലേ. ഇപ്പൊ അങ്ങനെ എവിടെ ഇങ്ങനെയൊന്നും കാണാറില്ല. പണ്ടൊക്കെ പാടത്തും പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാല് ഈ ഒരു സീനൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും കാണാറില്ല അല്ലേ. പക്ഷെ ഇതൊക്കെ ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ഫാദിക്കുട്ടിനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് എപ്പോ ഞങ്ങൾ പോവുകയാണെങ്കിലും ഈ ഒരു കാഴ്ച ഞങ്ങൾ ഇവിടെ കാണാറുണ്ട് കേട്ടോ. ഇതാണെങ്കിലോ ഇവരൊരു സ്ഥിരം സ്പോട്ട് എന്ന് സംഭവിക്കുന്നത് പോലെ തന്നെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ബസ് അങ്ങോട്ട് പോയപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ വേണം കയറാനായിട്ട്. നോമ്പാവുമ്പോ പിന്നെ എന്ന് എണീക്കുന്നത് പോലെ നമ്മൾ എണീക്കൂലല്ലോ, കുറച്ച് വൈകിട്ട് എണീക്കുള്ളൂ അല്ലേ. കാരണം രാവിലെ നമ്മൾ വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നതാണ്. അപ്പൊ ഇന്ന് ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഉമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിയിലുള്ള കാഴ്ചയാണ് ഇതും നമ്മളെ നെസ്റ്റ് അടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ചെറുപ്പത്തിൽ നമ്മൾ കുറെ ഈ ഒരു സംഭവം പച്ചക്ക് കീറിയിട്ട് അതിന്റെ ഉള്ളത് പരിപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ്. അങ്ങനെ അതാ നോമ്പ് തുറക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാണ്. തേങ്ങയൊക്കെ ചിരവിയിട്ടുണ്ട്, കറിക്കുള്ളത് എണ്ണക്കടി എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നൂൽപുട്ടും റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ടാസ്ക് പിടിച്ചൊരു പണിയാണ് ഈ ഒരു ചായക്ക് കടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടാക്കൽ കേട്ടോ. ദോശയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു പത്തിരി നൂൽപുട്ട് എന്ന് പറയുന്നത് എങ്ങനെ സെറ്റാക്കിയാലും സെറ്റാവാത്തൊരു സംഭവമാണ്. കാരൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഈത്തപ്പഴം കൊണ്ടുവരും കേട്ടോ. എന്താണ് ഈത്തപ്പഴം കൊണ്ടുവരുന്നത് എന്നുള്ളതിന്റെ കാരണം ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഇതൊന്ന് കഴിച്ചാൽ നമ്മൾ ഒരു അരമണിക്കൂർ ഇന്ന് ചവക്കാൻ നിൽക്കണം കേട്ടോ. കാരണം ഇത് കടിച്ചാൽ തട്ടൂല, അമ്മാതിരി സാധനം. നമ്മുടെ നബിമാരൊക്കെ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നോമ്പ് തുറന്നത് എന്ന് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല അല്ലേ. കാരണം അത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ അതാ ജ്യൂസ് അടിക്കാനുള്ള ഷമാമ് വത്തക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വത്തക്ക ഇപ്രാവശ്യത്തത് നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മതി. ഏകദേശം 20 നോമ്പ് വരെ നമ്മൾ ഷമാം ജ്യൂസാണ് അടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് മടുക്കാൻ തുടത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇന്നൊന്ന് മാറ്റി പിടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ജ്യൂസ് ഒന്നും ആർക്കും വേണ്ട കേട്ടോ. ഒക്കെ ബാക്കി വരും. ഫ്രൂട്ട്സ് എത്ര ബാക്കി വന്നാലും ഞാൻ കഴിക്കും. പക്ഷെ ജ്യൂസ് ഒക്കെ കൂടെ എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റൂല കേട്ടോ. വത്തക്ക പിന്നെ ആരെ ബാക്കി ഉണ്ടെങ്കിലും അതൊക്കെ ഞാനിരുന്ന് കഴിച്ചോളൂ കേട്ടോ. വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന്റെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പൊ ഇന്നത്തെ എണ്ണക്കടി എന്ന് പറയുന്നത് സമൂസയും കട്ട്ലേറ്റ് ഒക്കെ ആണ്. സമൂസ ഇന്നത്തത് വലിയ അത്ര ടേസ്റ്റ് പോരാട്ടോ. കാരണം നല്ല ഹാർഡായിട്ടുള്ളതാണ്. നമ്മൾ തറവാട്ടി പോയി വരുമ്പോൾ കൈതച്ചറന്ന് വാങ്ങുന്ന സമൂസയാണ് നല്ലത്. പിന്നെ ആ സച്ചുവിന്റെ വകയായിട്ട് 2 ലെഗ് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. കൂടുതൽ മസാല എണ്ണയൊന്നും ഇല്ലാതെയാണ്. കാരണം നമ്മുടെ വയറിന് പ്രശ്നം ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നോമ്പാണ്. എയർ ഫ്രയറിൽ കുറച്ച് എണ്ണ ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ടാണ്. ഇവർ രണ്ടുപേരും പഠിക്കാനിരുന്നപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ടിക്ടാക്കാണ് കേട്ടോ. അപ്പൊ അതൊന്ന് 2 അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീക്ക്നെസ് ആണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഇതിവിടെ വെച്ചിട്ടാണ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ പഠിച്ചതൊക്കെ മണ്ടി കയറിയിട്ടുണ്ടോ എന്തോന്ന് അറിയില്ല. ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കും വെന്തിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ലെഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ നൂൽപുട്ടും കറിയൊക്കെ കഴിക്കാനായിട്ട് എടുത്തു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ലഘുവായിട്ടുള്ള ചെറിയൊരു നോമ്പ് തുറ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ വീണ്ടും നമുക്ക് നാളെ ഒരു റമദാൻ സീരീസിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.